ഹായ് ഫ്രണ്ട്സ്, ദുല്ലൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹർത്താലൊക്കെയാണ് എണീക്കാൻ നല്ല വൈകി. 9:30 മണിയൊക്കെ അടുപ്പിച്ചായപ്പോഴാണ് എണീച്ചത്. പിന്നെ നേരെ അടുക്കളയിൽ കയറി അപ്പവും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ തക്കാളിക്കറി ഉള്ളതുകൊണ്ട് പിന്നെ കറിയൊന്നും വെക്കണ്ടായിരുന്നു. അതൊക്കെ ചൂടാക്കി അപ്പവും ഒരു ബുൾസയൊക്കെ പൊട്ടിപ്പോയി. അതൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് മാമാരെ മോൻ്റെ വീട്ടിലാണ്, ഇക്കാടെ. പിന്നെ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ മോളെയൊക്കെ ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. മോനെ റെഡിയാക്കണ്ട, മോന് തനിയെ റെഡി ആയിക്കോളും. കുളിച്ച് അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. പിന്നെ എന്തോ ഗെയിമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട്. മോള് വീഡിയോ എടുക്കുന്നതാണ് നോക്കുന്നത്, ഞാൻ എന്താ ഈ ചെയ്യുന്നതെന്ന്. ഞങ്ങൾ പോകാൻ റെഡിയായി. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. എൻ്റെ ഒരു മാമാരെ മോളെയും കൂടെ വിളിച്ചിട്ട് വേണം അടുത്ത മാമാരെ മോൻ്റെ വീട്ടിൽ പോകാൻ. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് പിന്നെ റോഡിലധികം തിരക്കൊന്നും ഇല്ല. അധികം ഒട്ടും തിരക്കില്ല. മറ്റത് നല്ല ബ്ലോക്കും തിരക്കൊക്കെയാണ്. പിന്നെ അവിടെ പോയി അവളെയും വിളിച്ചു ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി അവിടെ പോയി കതവൊക്കെ കൊട്ടി ഡോറ് തുറന്ന് ഞങ്ങൾ പിന്നെയാണ് ബിരിയാണി വെക്കേണ്ടത്. അങ്ങനെ ചിക്കനൊക്കെ അവൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവളെക്കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പം അവളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി വെക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. എണ്ണയൊക്കെ ഒഴിച്ച് പട്ടയും ഗ്രാമ്പും സവാളയും ഒക്കെ ഇട്ട് വാട്ടി ബിരിയാണി വെക്കാൻ. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പ്രത്യേകിച്ച് ഇനി ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ഇത് ചോറ് വയ്ക്കാനുള്ള കലമാണ്. വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കലത്തിൽ തട്ടിക്കൂട്ടെന്ന് വിചാരിച്ചു. പിന്നെ അതിനകത്തും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് ചിക്കൻ വാട്ടി ഉള്ളി തന്നെ ഇതിനകത്തോട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. കാരണം ഉള്ളി അരിഞ്ഞത് തീർന്നു പോയി. അരിയാനുള്ള മടി കൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും ബിരിയാണി കൊള്ളായിരുന്നു. പിന്നെ മസാല, ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചത് ഇതിലും അതിനകത്ത് കുറച്ച് തോനെയും ഇതിൽ കുറച്ച് കുറവും അങ്ങനെ ഇട്ടു. ശേഷം നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇളക്കൽ നമുക്കൊരു ഇഷ്ടമുള്ള ഏർപ്പാടാണല്ലോ. അതായത് അതാകുമ്പം വേറെ ജോലിയൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇളക്കി നിൽക്കും. അത് വാടുന്നവരെ ഇളക്കി. പിന്നെ അരി ഇളന്ന പാത്രത്തിൽ തന്നെ വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ വലിയ രീതിയിൽ പ്രൊഫഷണലായിട്ട് ബിരിയാണി ഒന്നും വെക്കുന്ന ആൾക്കാരൊന്നല്ല നമ്മൾ. എന്നാലും തട്ടിക്കൂട്ടിയൊക്കെ വെക്കുന്നത് ആരും മോശമെന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ നമുക്ക് വിഷമാവെന്ന് കരുതിയായിരിക്കും പറയാത്തത്. പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വയ്ക്കുന്ന വെള്ളത്തിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. അതിന് ഏതോ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ചോറ് ഒട്ടിപ്പിടിക്കില്ലെന്ന് അങ്ങനെ എന്തോ പറഞ്ഞ് അവർ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്ന കണ്ടാണ് ഞാനും അത് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അരി കഴുകുന്നുണ്ട് ഒരാൾ. ചിക്കൻ ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് എപ്പോൾ അടുപ്പിടുമെന്നാണ് അത് ആലോചിക്കുന്നത്. പിന്നെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്ത് ഈ ചിക്കൻ ദമ്മിടാൻ വെച്ചിരിക്കുന്ന മസാലയിൽ കുറച്ചിട്ട് അരയ്ക്ക ഉള്ളി വറുത്തൊക്കെ ബിരിയാണി വയ്ക്കുന്ന കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഏതെന്നൊന്നും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചൊരു ബിരിയാണിയാണിത്. പിന്നെ മല്ലിയിലയും തക്കാളിയൊക്കെ ഇട്ട് ഇളക്കി. അതിനുശേഷം കുറച്ച് നേരം ഇളക്കി. മസാലപ്പൊടി ഇടുന്ന വീഡിയോ എടുത്തതാണ്, പക്ഷേ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ കാണാനില്ല, എങ്ങനെയോ ഡിലീറ്റായി. പിന്നെ തൈരൊക്കെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് വീണ്ടും മിക്സാക്കി എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് അതിന് ശേഷം ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ എടുത്തിട്ട് അതും നന്നായിട്ട് ഇളക്കി. പൊരിക്കാനുള്ള ചിക്കനും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. കാരണം മാറ്റി വയ്ക്കാൻ മറന്നുപോയി, കഴുകി ഒരുമിച്ച് വെച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതാണെന്ന് വിചാരിച്ച് മൊത്തത്തിൽ എടുത്തങ്ങിട്ട്. പിന്നെ അരിയിൽ വെള്ളം തിളച്ചു. ഞങ്ങൾ അരിയൊക്കെ ഇട്ട് പിന്നെ ഈ കുറച്ച് കുരുമുളക് ചതച്ചാണ് ഇട്ടത്. അത് ഞാനൊരു യൂട്യൂബിലൊക്കെ കണ്ടാണ് കുരുമുളകൊക്കെ ഇടുന്നത്. പിന്നെ ആ ചിക്കൻ ബിരിയാണിക്ക് ഇട്ടതിന് തന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഞങ്ങൾ പുരട്ടി പൊരിക്കാൻ വേണ്ടി. മാളു സാലഡ് ഉണ്ടാക്കിയാണ്. മാളുവിന് സാലഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും. ഒക്കെ ഇളക്കിയിട്ട് മതി വരുന്നില്ല ഗൈസ്, എന്ത് ചെയ്യാനെന്ന് പറ. അതിനുശേഷം പിന്നെ ചിക്കൻ പൊരിക്കാൻ വെച്ചു. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സമയം ഒരു 2:15 അടുപ്പിച്ചായി. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് എല്ലാവരും കഴിച്ച് തീർത്ത്. അവസാനം ബിരിയാണി ഇടാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ഈ ചിക്കനൊക്കെ വറുത്ത് കോരി. അതിനുശേഷം ക്യാമറാമാൻ ശരിയല്ല, കണ്ടോ,
വീഡിയോ എടുത്തത്. നേരെ എടുക്കടി എന്നൊരു 1000 വട്ടം ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ അവൾ ചരിച്ചെടുത്തു. നേരെ എടുത്തു, ചരിച്ചെടുക്കാതെ. പിന്നെ അതേ ബിരിയാണിയിൽ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ ചോറും വെന്തു. അങ്ങനെ ഞങ്ങൾ നേരെ ആ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഒന്നും വരുന്നില്ല. പിന്നെ ഞാനൊരു കിണ്ണം എടുത്ത് കോരിയിട്ട്, അതാണെങ്കിൽ ചൂട് കാരണം തൊടാനും പറ്റുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. കഴിക്കണമല്ലോ, വിശക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അതേ നെയ്യൊക്കെ ഒഴിച്ച് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ നല്ല പ്രൊഫഷണൽ കുക്ക് ചെയ്യുന്നവരാണെന്ന്. അങ്ങനെയൊന്നുമില്ല ഗീസ്. ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്ത് അത്യാവശ്യം പിടിച്ച് നിൽക്കുന്ന ടീംസാണ്. പിന്നെ ദമ്മിടലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ദമ്മൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആവശ്യത്തിലേറെ ഉള്ളി വറുത്തതുണ്ടായിരുന്നു. അതവൾ ഒരു 1/2 കിലോയ്ക്കും വേണ്ടി ഉള്ളി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്തതിന് പകരം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ ഞാനും വിട്ടുകൊടുത്തില്ല. കാരണം കടയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് പോയി മേടിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങാനേ ഉള്ളൂ. പക്ഷേ കടയില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ അതേ ദമ്മൊക്കെ ഇട്ട് ഇതേ അടുപ്പ് കത്തിച്ചു. ഇനി ഒരു 10-15 മിനിറ്റ് വയ്ക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അത്രയും നേരം വെക്കാനുള്ളൊരു ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡൊക്കെ റെഡിയായപ്പോൾ ഇക്ക വന്നു. കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്ക വരുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ ചാടി കയറി. ഇതേ ഇങ്ങനെയൊക്കെ വന്നു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ബേബി. ആൾ കഴിക്കാൻ സമയമായപ്പോൾ നൈസായിട്ട് തൊട്ടിൽ നമ്മുടെ ദമ്മ് പൊട്ടിച്ചു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന മണമൊന്നും വന്നില്ല. എന്നാലും കൊള്ളായിരുന്നു, കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചതല്ലേ, അപ്പോൾ വിഷമിക്കണ്ടെന്ന് കരുതിയായിരിക്കും അവർ കൊള്ളാൻ. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ ദമ്മിളക്കലാണ് ഈ നടക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനുള്ളൊരു പുറപ്പാടിൽ. കാരണം അത്രയ്ക്കും അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 2:30-2:45 അടുപ്പിച്ചായി. പിന്നെ ഞങ്ങൾ നേരെ എല്ലാവരും തറയിലാണിരുന്ന് കഴിച്ചത്. എല്ലാം കൊണ്ടുവച്ചു. ബിരിയാണി, ചിക്കൻ ഫ്രൈ, പപ്പടം, സാലഡ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പെപ്സി. പിന്നതേ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് കഴിച്ചു. വയറ് നിറഞ്ഞു. കാരണം വിശന്നിരുന്നുകൊണ്ട് കഴിച്ചതുകൊണ്ട് അതിനകത്ത് എന്താണ് കുറവുള്ളതെന്നോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു. എല്ലാവരും കഴിക്കുന്നുമുണ്ടായിരുന്നു. കാരണം പിള്ളേരൊക്കെ നല്ല വിശന്നായിരുന്നു. പിന്നെ അത് എല്ലാവരും നല്ല രീതിക്ക് തട്ടുന്നുണ്ട്. ഓരോരുത്തരുടെ പ്ലേറ്റ് കാലിയായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവരൊന്നും മുഖം എടുത്തിട്ടില്ല. അതെന്താണെന്ന് ഞാൻ എടുക്കാത്തത്. പിന്നെ എല്ലാവരും കഴിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഒരു 4-4:30 ആയപ്പം വീണ്ടും എണീച്ചു. കുഞ്ഞ് കളിക്കുന്നുണ്ടോ? ഇങ്ങനെയല്ല കേട്ടോ, നല്ല കരച്ചിലാണ്. വിശന്നാവും അപ്പം വയലൻ്റാവും, അല്ലെങ്കിൽ ചുമ്മാ കിടന്നോളൂ. ഞാൻ നമ്മൾ കിടന്നൊക്കെ ഉറങ്ങിയിട്ട് ഒരു 4-4:30 ആവും. ചായ കുടിക്കാനുള്ള പുറപ്പാടില്ലായിരുന്നു. കൊഴലപ്പം, മുറുക്ക്, ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, എന്തോ ആണ്. എന്തായാലും കൊള്ളായിരുന്നു. ഈ ചായക്കൊരു പ്രത്യേകതയുണ്ട്. ഇഞ്ചി ഇടാൻ പറഞ്ഞപ്പോൾ അവൾ പട്ടയിട്ടു ചായയിൽ. തമിഴ്നാട്ടിലുള്ളവരൊക്കെ പട്ടയിട്ടാണ് ചായ കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ടതാണ്. പിന്നെ ഒരു 7-8 മണിയൊക്കെ ആയപ്പോൾ 7-7:30-8 മണിയൊക്കെ ആയപ്പോൾ മാങ്ങയൊക്കെ ചെത്തി കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തുടക്കമായതുകൊണ്ട് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, ബൈ.